മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി ലഭിക്കാത്തതിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. SFIO അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നെങ്കിലും ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളി. ഇതോടെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവും ROC റിപ്പോർട്ടും SFIO അന്വേഷണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാത്യു കുളനാടനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചട്ടപ്രകാരം അടിയന്തര പ്രമേയം അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം 52 ക്ലോസ് 9, 53 എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. ഒരു ചട്ടലംഘനവുമില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഒരു ക്ലോസും വയലേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങയുടെ റൂളിംഗിനെ പക്ഷേ ഒരു തരത്തിലും ക്ലോസ് ചെയ്യുന്നില്ല. എല്ലാ ബഹുമാനത്തോടെയും ചട്ടം വായിക്കുന്നെന്ന് സ്പീക്കർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എല്ലാ ബഹുമാനവും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം. പ്ലീസ്. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ബാനറുകളും പ്ലക്കാർഡും ഉയർത്തി പ്രതിഷേധം. പിന്നാലെ സഭ വിട്ടിറങ്ങി. 50 1 കോടി ആളുകൾ ലോകമെമ്പാടും ഇതുമൂലം മരിക്കാനിടയുണ്ട്. മറുപടി പറയാതെ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. നിയമസഭയ്ക്കകത്തും പുറത്തുമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം.